ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ ചന്ദ്രമതി ചന്ദ്രോദയത്തിൽ നിന്നും ഇറങ്ങി ആ വീട് നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ രേവതിയുടെ വീട്ടിൽ വന്ന് കിടക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സുധിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടി ചേർന്നിട്ട് ഒരുപാട് കളത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. മകൻ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെല്ലാം സപ്പോർട്ട് നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രമതി ചെയ്യുന്നത് കേട്ടോ. സുധിയുടെ കടയുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് തന്നെ ലോൺ എടുക്കുവാണ്. ചെറിയൊരു പുരോഗതി കാണുമ്പോഴേക്കും അതില് വലിയ അത്യാഗ്രഹം കണ്ടുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ പണം ചെലവാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സുധിയുടെ ഇപ്പോഴത്തെയും ലക്ഷ്യം. ചന്ദ്രമതി ഹോം അപ്ലയൻസസ് പറയുന്ന ഒരു ഒറ്റ ബ്രാഞ്ച് മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ. അതിന് ഒരുപാട് ബ്രാഞ്ചസ് ഓപ്പൺ ആക്കണം, എന്നിട്ട് അതിനൊരു ഹെഡ് ഓഫീസ് എന്നുള്ളത് പോലെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിലൊക്കെയാണ് കേട്ടോ നമ്മുടെ സുധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും വലിയൊരു ഓർഡർ കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് കേട്ടോ. അല്ലാതെ ആ വലിയ ഓർഡർ കയ്യിൽ വന്നിട്ടൊന്നുമില്ല. കയ്യിൽ വരുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പ്ലാനുകളും അതുപോലെ ഒരുപാട് കടങ്ങളൊക്കെ മേടിച്ചു വെക്കുന്നുണ്ട്. അതും വീടിന്റെ ആധാരം പണയം വെച്ചുകൊണ്ട് അമ്മയും മോനും കൂടി മാത്രം അറിഞ്ഞു കളിക്കുന്ന കളികളാണ് കേട്ടോ ഇതൊക്കെ. ഒടുവിൽ സുധിയുടെ കൈവിട്ട് പോവുകയാണ് ആ ഓർഡർ. അത് മാത്രമല്ല സുധി വലിയൊരു കടക്കാരനാവുകയും ചെയ്യുന്നുണ്ട്. ആരും അറിയാതെ വീടിന്റെ ആധാരം ഒരു കൊള്ള പലിശക്കാരന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഇത്രയും പണം എടുത്തിട്ടുണ്ടായിരുന്നത്. പണം തിരികെ അടയ്ക്കാതെ വരുന്ന സമയത്ത് ആ പലിശക്കാരനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയും എത്രയും വേഗം തന്നെ ആ പണം തിരികെ അടയ്ക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് സുധി സ്വന്തം അച്ഛന്റെ കയ്യൊപ്പ് വരെ കള്ളൊപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് പണം അദ്ദേഹത്തിന്റെ അടുത്ത് മേടിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വീട്ടിലെല്ലാവരും അറിയുന്നത്. ഉടനെ തന്നെ 45 ലക്ഷം രൂപയൊന്നും തിരികെ കൊടുക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ചോദിക്കുന്നുണ്ട്. സുധിയെ വിചാരിച്ചുകൊണ്ടല്ല, അച്ഛനെ വിചാരിച്ചുകൊണ്ട് മാത്രം വീട് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് സച്ചിയും രേവതിയും ആ കടം ഏറ്റെടുക്കുകയും അത് 3 മാസം കൊണ്ട് അടച്ചു തീർത്തോളാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരെടുത്ത് പറഞ്ഞ് സൈനൊക്കെ മേടിച്ചിട്ട് ആ പലിശക്കാരൻ അവിടുന്ന് പോകുന്നുണ്ട്. 3-4 ദിവസം കൊണ്ട് തന്നെ 10 ലക്ഷം രൂപ സച്ചിയും രേവതിയും കൂടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അവര് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണം അതുപോലെ തന്നെ സ്വർണം എല്ലാം ഉപയോഗിച്ചും കൊണ്ടാണ് ആ 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇവരിനി ഒരുപക്ഷെ ആ പണം മൊത്തം തിരികെ അടയ്ക്കോ എന്നുള്ളൊരു പേടിയില്ല. ആ പലിശക്കാരനാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പണം അടയ്ക്കണം, ഇല്ലെങ്കിൽ ജപ്തി നേരിടേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് 24 മണിക്കൂർ മാത്രമാണ് സമയം കൊടുക്കുന്നത്. ഇത് സ്റ്റേ മേടിക്കാനൊന്നും പറ്റാതെ അവസാനം ചന്ദ്രയും കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ആ വീടിന്റെ പടി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അവിടുന്ന് ഇറങ്ങിയിട്ട് വർഷയും ശ്രീകാന്തും വർഷയുടെ വീട്ടിലേക്കും അവരോടൊപ്പം തന്നെ ചന്ദ്രമതിയും പോകുന്നുണ്ട്. കാരണം ചന്ദ്രയ്ക്ക് ഒരിക്കലും രേവതിയുടെ വീട്ടില് ആ കുടിശുമുറിയിലൊന്നും താമസിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഖവാസത്തിന് വേണ്ടിയിട്ടായിരുന്നു വർഷയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതേസമയം സച്ചിക്കും രേവതിക്കും ഒപ്പമാണ് രവി രേവതിയുടെ വീട്ടിലേക്ക് പോകുന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ വർഷയുടെ വീട്ടിലുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുമാത്രമല്ല മഹിമയിലെ ആള് കിട്ടിയ അവസരമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ചന്ദ്രമതിയെ നാണം കെടുത്തുന്ന രീതിയിൽ എല്ലാവരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തു ആക്കിയിട്ട് മാറ്റുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ സഹിക്കാൻ വേണ്ടി പറ്റാതെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങിയിട്ട് സുധി താമസിക്കുന്നത് സുധിയുടെ കടയിലാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചന്ദ്രമതിയാണെങ്കിൽ രാത്രിയിൽ തന്നെ സുധിയുടെ കടയിലേക്കാണ് പോകുന്നത്. സുധിക്ക് മറ്റെവിടെയും പോയി താമസിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഇല്ലാത്തത് കൊണ്ടും അത് മാത്രമല്ല സുധിയാണല്ലോ ഈ കട ഒക്കെ വരുത്തി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കടയിൽ തന്നെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സുധിയെ ഉപേക്ഷിച്ചതാണ്. അങ്ങോട്ടേക്കാണ് നമ്മുടെ ചന്ദ്രമതിയും കൂടി ചെല്ലുന്നത് കേട്ടോ. അവിടെ അമ്മയ്ക്ക് താമസിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സുധി പറയുന്നുണ്ടെങ്കിലും താൻ ഒരിക്കലും രേവതിയുടെ വീട്ടിൽ പോയിട്ട് അവരുടെ മുമ്പിൽ തല കുനിക്കില്ല എന്നുള്ള മട്ടില് താനും ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും താമസിച്ചോളാം എന്ന് പറയുവാണ്. ചന്ദ്രമതി കടയിലെത്തി എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയുമ്പോൾ രവിയും അതുപോലെ സച്ചിയും രേവതിയും ഒക്കെ ചെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമൊന്നും ചന്ദ്രമതി വരാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. സുധിയാണെന്നുണ്ടെങ്കിൽ അമ്മ അവിടെ വന്നതുകൊണ്ട് കടയിലെ കച്ചവടം ഒന്നും വേണ്ടാന്ന് വെച്ച് കട ക്ലോസ്ഡ് ആണെന്നുള്ള ബോർഡും വെച്ചിട്ട് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കടയുടെ ഉള്ളിൽ ഒരു വീട്ടിൽ ചെയ്യുന്നത് പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതും അവിടുത്തെ പണിക്കാരെ വെച്ചുകൊണ്ട് അവർക്ക് ശമ്പളവും കൊടുക്കണം. ഈ സാധനങ്ങളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കട പൂട്ടേണ്ടി വരും അവസ്ഥ വരുന്നൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞത് കേൾക്കുമ്പോൾ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ മറ്റു നിവൃത്തിയൊന്നുമില്ലാതെ രേവതിയുടെ വീട്ടിലേക്ക് വരാ എന്നുള്ള കാര്യം സമ്മതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ അവിടെ വന്നിട്ടും വലിയ ആളാവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആദ്യം. പക്ഷേ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ് വീട് പോയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ രവിയും ഇടയ്ക്കിടയ്ക്ക് കുത്തി പറയുന്നത് കൊണ്ട് തന്നെ ഒരു പൊടിക്ക് ഒതുങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ അവിടെ താമസിക്കുന്നത്.
ചന്ദ്രയ്ക്ക് വർഷയുടെ വീട്ടിൽ കിട്ടിയ സ്വീകരണമൊന്നുമല്ല, അവര് നന്നായിട്ട് തന്നെ ചന്ദ്രമതിയെ നോക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് സ്വന്തം വീട് പോലെ തന്നെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. കിടക്കാനൊക്കെ സൗകര്യം കുറവാണെന്നുണ്ടെങ്കിൽ പോലും സച്ചിൻ രേവതിയൊക്കെ ഉള്ളും, അതുപോലെ ചന്ദ്രമതിക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂമും അവിടെ കൊതുകുവലയും എല്ലാ സംഭവങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത്ര വലിയ തൃപ്തിയൊന്നും ഇല്ലെങ്കിലും ചന്ദ്രമതിക്ക് വേറെ നിവർത്തിയില്ലല്ലോ, അവിടെ താമസിക്കാനുണ്ട് ചെയ്യുന്നത്. ലക്ഷ്മി പൂക്കടയിൽ പോയിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവരെന്താ വരാത്തതെന്ന് വിചാരിച്ചിട്ട് രവിയും പോയിട്ട് പുറത്തു പോയി വരുമല്ലോ, അതുകൊണ്ട് താൻ തന്നെ ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കണ്ട് ചന്ദ്രമതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. രവി വന്ന ഉടനെ തന്നെ ലക്ഷ്മി എവിടെ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അവര് പുറത്തു പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ട്. ഞാന് രവിയേട്ടന് ഭക്ഷണം എടുത്തിട്ടെ വെക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതിന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് അവള് പോയെന്നുള്ള കാര്യം ചോദിക്കുവാണേ. അവരുണ്ടാക്കി വെച്ചിട്ടല്ല പോയത്, പക്ഷേ ഞാന് ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറയാണ് കേട്ടോ, അവരെ കാണാത്തത് കൊണ്ട്. അങ്ങനെ ചന്ദ്രമതി ഭക്ഷണം ഉണ്ടാക്കി എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ രവിക്കും ഭയങ്കര സന്തോഷമായി തോന്നുന്നുണ്ട്. കാരണം സ്വന്തം വീട് പോലെ കണ്ടിട്ട് ചന്ദ്രമതി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ കേട്ടോ. ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് ആദ്യം തന്നെ എടുത്ത് വായിൽ വെക്കുമ്പോഴേക്കും ആ കറി വായ വെക്കാൻ വേണ്ടി കൊള്ളില്ലാത്ത കറിയാണ് കേട്ടോ. കഴിച്ചിട്ട് ഇങ്ങനെ ചന്ദ്രയെ തന്നെ നോക്കി നിൽക്കുന്ന രവിയുടെ അടുത്ത് ഭക്ഷണം രവിയേട്ട എങ്ങനെയുണ്ടെന്ന് രവി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണത്തിനേക്കാൾ നന്നായത് നീ ഇവിടെ സ്വന്തം വീട് കണ്ടിട്ട് ഉണ്ടാക്കാനുള്ള ഒരു മനസ്സ് തോന്നിയല്ലോ, അതാണ് എനിക്കിഷ്ടമായി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ലക്ഷ്മി ഓടി പിടിച്ച് വരുന്നുണ്ട്. കൂടെ ശരത്തും ഉണ്ട്. ലക്ഷ്മി പൂ കൊടുക്കാൻ വേണ്ടി പോയിട്ട് ലേറ്റ് ആയി. ശരത്തിനോട് പൂക്കടയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് എത്രയും വേഗം വീട്ടിലെത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ശരത്തിന്റെ കൂടെയാണ് എത്തിയത്. ഞാൻ പെട്ടെന്ന് തന്നെ കറികളൊക്കെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകുന്ന ലക്ഷ്മിയുടെ അടുത്ത് കറികളെല്ലാം ചന്ദ്രമതി ഉണ്ടാക്കി എന്നുള്ള കാര്യത്തെക്കുറിച്ച് രവി അറിയിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ചേച്ചിക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായോ എന്നൊക്കെ ലക്ഷ്മി ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാ വരിക എന്നുള്ള കാര്യം അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കി ഭക്ഷണം വിളമ്പിത്തരാ എന്ന് പറഞ്ഞ് ചന്ദ്രമതി തന്നെ ലക്ഷ്മിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഒപ്പം ശരത്തും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിക്ക് പെട്ടെന്നുള്ള മാറ്റം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ശരത്ത് രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലേ ആന്റിക്ക് ഇതെന്താ പറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ച് നീ കഴിക്കാൻ നോക്കടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി തന്നെ അവർക്ക് വിളമ്പി ഊട്ടുന്നുണ്ട് കേട്ടോ. കഴിച്ചു നോക്കുന്ന സമയത്ത് വായയിൽ വെക്കാൻ പോലും കൊള്ളില്ലാത്ത കറിയാണ്. ഇത് കണ്ട ശരത്താണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയെ നോക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി പറയുന്നത്. രണ്ടുപേരും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ കറികളൊക്കെ നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ അടുത്ത് പറയാണ്. അവര് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം വിളമ്പിയിട്ട് ചന്ദ്ര ഉണ്ടാക്കിയ ആ ഭക്ഷണം കഴിക്കുമ്പോൾ വായ വെക്കാൻ വേണ്ടി കൊള്ളില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഉണ്ടാക്കിയ ആ ഭക്ഷണം ഒരു പൊടി പോലും ബാക്കി വെക്കാതെ ശരത്തും അതുപോലെ ലക്ഷ്മിയും കഴിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രവിക്ക് അരികിലേക്ക് ചന്ദ്ര ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഭക്ഷണം വായ വെക്കാൻ വേണ്ടി കൊള്ളില്ലായിരുന്നല്ലോ, എന്നിട്ടും അവരൊന്നും പറയാതെ കഴിച്ചല്ലോ എന്ന്. അതാണ് ചന്ദ്ര നീ മനസ്സിലാക്കേണ്ടത്. നിന്റെ മനസ്സ് നോവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവര് ഒരു പൊടി പോലും ബാക്കി വെക്കാതെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത് പോലെ നിന്റെ മുമ്പിൽ കാണിച്ചത്. അത്ര പോലും നിന്റെ മനസ്സ് വേദനിപ്പിക്കരുത് എന്നുള്ള കാര്യമാണ് അവര് ചിന്തിച്ചത്. ഇനിയെങ്കിലും നീ മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ പിറ്റേ ദിവസം മുതൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചന്ദ്രമതി തന്നെയാണ്. അങ്ങനെ ലക്ഷ്മിയുടെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് ചേച്ചിമാര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവര് വന്നിട്ട് ലക്ഷ്മി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എപ്പോഴാ വരിക എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി തുടച്ചോണ്ടിരിക്കുകയാണല്ലോ, മുറിയിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. അവര് ചന്ദ്ര തുടയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പുറത്തു നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, രേവതിയെ അത്രയും മോശപ്പെട്ട രീതിയിലാണ് അവരുടെ വീട്ടിൽ നടത്തിയത്. ശരിക്കും ഒരു ജോലിക്കാരിയെ പോലെ. ഇപ്പോ ദയവായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തത് കണ്ടില്ലേ, അവളുടെ വീട്ടിൽ വന്നിട്ട് അവര് വീട്ടു ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ പരിഹസിക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ചേച്ചിമാര് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ചന്ദ്രമതിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരണമല്ലോ, എങ്കിൽ മാത്രമല്ലേ രേവതിയോട് ചെയ്ത ക്രൂരതയ്ക്കെല്ലാം ചന്ദ്രമതിക്ക് തിരിച്ചടി കിട്ടത്തുള്ളൂ. ചന്ദ്രമതിക്ക് ഇങ്ങനൊരു തിരിച്ചു കിട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.